Hello guys. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. എനിക്ക് ഒരുപാട് DMs വരാറുണ്ട് എൻ്റെ ഹെയർ കെയറിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന്. ഞാൻ യൂസ് ചെയ്യുന്ന മിക്ക പ്രൊഡക്ട്സും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഹോം റെമഡീസ് എന്തൊക്കെയാണെന്നാണ് എല്ലാവർക്കും ഇപ്പോൾ അറിയേണ്ടത്. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ഓണത്തിൻ്റെ ഒരു കൊളാബ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ ഹെയർ കണ്ടതിന് ശേഷം എനിക്ക് ഒരുപാട് DMs വരുന്നുണ്ട് കേട്ടോ. എന്താണ് ഹെയറിന് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് സത്യം പറഞ്ഞാൽ കെമിക്കലി ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ ഇതുവരെ എൻ്റെ ഹെയറിന് വേണ്ടി ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് കൂടുതൽ ഹോം റെമഡീസും അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഹെയറിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്ന ഒരു സീരീസ് ആയിട്ട് നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ചധികം പ്രൊഡക്ട്സ് നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ. അത് ഞാൻ എൻ്റെ ഹെയറിന് വേണ്ടിയിട്ടും സ്കിന്നിന് വേണ്ടിയിട്ടും കൂടെ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഇത് നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പെർമനന്റ് ആയിട്ട് അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ ഇപ്പോഴാണ് അത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഒരിക്കലും ഒരു കാര്യം പെർമനന്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യരുത്. ഇടയ്ക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോ അല്ലെങ്കിൽ വീക്ക്ലി വൺസോ അല്ലെങ്കിൽ മന്ത്ലി ഒരു 3 times എങ്കിലും നമ്മളത് യൂസ് ചെയ്തിരിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ അത് നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള റിസൾട്ട് ആയിട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ അത് ഉണ്ടാവുള്ളൂ. സോ ഞാനിത് റീസ്റ്റാർട്ട് ചെയ്യാണ്. ഇതൊരു ഡ്രിങ്ക് ആണ്. നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ എങ്ങനെയാണ് അത് മേക്ക് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ? വാ. ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ. ഒരു ക്യാരറ്റ് ആണ് വേണ്ടത്. ഞാൻ കട്ട് ചെയ്യാതെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു ക്യാരറ്റ് ഫുൾ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ബീട്രൂട്ട് കേട്ടോ. ബീട്രൂട്ടിന്റെ വലിപ്പം കണ്ടല്ലോ. ഒരു ചെറിയ പീസ് ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ 4 നെല്ലിക്ക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ഓറഞ്ച്. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഒരു ഓറഞ്ച്, അതുപോലെ തന്നെ ഒരു ആപ്പിളും, പിന്നെ 2 തണ്ട് കറിവേപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാൻ. നിങ്ങൾക്ക് എന്റെ ടേസ്റ്റ് എങ്ങനെയാണോ ഇഷ്ടം, ഇനി ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കും. ഹെയറിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമായിട്ട് കറിവേപ്പില. ഇനി ഇതെല്ലാം കഴുകി മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തോണ്ട് ഞാൻ വരാം കേട്ടോ. അപ്പൊ നല്ല പേസ്റ്റായി അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രിങ്ക് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഒരു ഷോട്ടാണ് ഡെയിലി എടുക്കാറുള്ളത് കേട്ടോ. ഇന്നിപ്പോ ഓൾറെഡി ഞാൻ കുടിച്ചു, അതുകൊണ്ട് കുടിക്കുന്നില്ല. ഒന്നും അധികമാവരുത്. അധികമായാൽ അമൃതം വിഷമെന്നാണ് കേട്ടോ. ഒരു ദിവസം ഈ ഒരു ജാർ ഫുള്ള് അങ്ങനെയൊന്നും കുടിക്കരുത് കേട്ടോ. നിങ്ങൾ ഈ ഒരു ഷോട്ട് അല്ലെങ്കിൽ ഒരു 2 ഐസ് ക്യൂബ് കുറച്ച് വെള്ളത്തിലിട്ട് അലിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ കുടിക്കുക കേട്ടോ. പിന്നെ എന്തൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. സോ അറ്റ്ലീസ്റ്റ് ഒരു 3 months എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ റിസൾട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നിയതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു 2 weeks ഒരിക്കലോ അല്ലെങ്കിൽ ഒരു 2 weeks കൂടുമ്പോഴോ അങ്ങനെയൊക്കെ നിങ്ങൾ കുടിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കിയിട്ട് കമന്റ് ബോക്സിൽ അഭിപ്രായം പറയണേ. അപ്പോൾ ഓക്കെ, ബൈ.